പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, ഞാനും എം എ മാസം എന്ന് പറഞ്ഞാൽ ഞാൻ വള്ളാർമ്പറക്കൽ അബ്ദുൽ ജബ്ബാറിൻ്റെ മകൻ കൊടുത്തുടുക അബ്ദുൽ ജബ്ബാറിൻ്റെ മകൻ മൂസക്കുട്ടി, അതേമാതിരി കൊടുത്തുടുക ബീരാനാജിയുടെ മകൻ അബ്ദുറഹ്മാൻ മാസ്റ്റർ റിട്ടേർഡ് മാസ്റ്ററും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കൃഷി ഉണ്ടാക്കിയത്. ഇതിലിപ്പോൾ മുകളിലെ കണ്ടം പൊന്മണി എന്ന വിത്താണ്, അടിയിലെ കണ്ടവും പൊന്മണി എന്ന വിത്താണ്. ആ നടുവിലെ കണ്ടം ആസാമിൽ നിന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് വരുത്തിയ മാജിക് റൈസ് എന്ന് പറയും. ആസാമിലെ ആദിവാസികൾ കാട്ടിലേക്ക് തേൻ കഴിക്കാനും മൃഗങ്ങളെ ശേഖരിക്കാനൊക്കെ പോകുമ്പോൾ അതിൻ്റെ അരി അവർ ടിന്നിലിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പുഴയുന്ന ആറ്റുന്ന വരിവിന്നൊക്കെ രസം വെള്ളത്തിലിട്ട് വെച്ചാൽ 1 മണിക്കൂർ പച്ചവെള്ളത്തിലിട്ട് വെച്ചാൽ അത് ചോറായി മാറും. അപ്പോൾ രസം കാന്താരി മുളകും കുറച്ച് ഉപ്പുമാണ് അവർ കൊണ്ടുപോകുക. അതിലിട്ട് ഞൊണ്ടി അവർ ഭക്ഷണം കഴിക്കും, വെള്ളവും കുടിക്കും. അപ്പോൾ അങ്ങനത്തെ അരിയാണത് ആസാം റൈസ്. അതിന് തീ വേണ്ട, പിന്നെ തീ വേണ്ട, ചൂട് വേണ്ട, ഒന്നും വേണ്ട അങ്ങനത്തെ. അപ്പോൾ അങ്ങനെയുള്ള അരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ആ അരി ഉണ്ടായിട്ട് ബുക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 5-6 ആസാമികളെ വിളിച്ചു. ഒരു ഞങ്ങളൊക്കെ കൂടി ഇപ്പോൾ നന്ന രാവിലെ ഞാറ് പറിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ നടിലി കഴിഞ്ഞു. അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഓട്ടോറിക്ഷ കയറ്റി വിട്ടു. നമ്മളെ നാട്ടിലുള്ള ആളുകൾ പുറകെ നടന്ന് മടുത്തു പറിച്ചാൽ നടാനൊക്കെ. നമ്മളെ നാട്ടിലുള്ളവർക്കൊന്നും അതിനാവില്ല. ഇതാണ് നമ്മളെ നാട്ടിലെ സ്ഥിതി. അപ്പോൾ എന്നാലും നമ്മൾ നെല്ലുണ്ടാക്കുക ഒരുപാട് നഷ്ടങ്ങളും ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഈ ഊർച്ച നടത്തി 4 ദിവസം മുമ്പ്. അത് കഴിഞ്ഞിപ്പോൾ നടിലി നടത്തി. അതുകൊണ്ട് എല്ലാ കർഷകർക്കും, കർഷക താല്പര്യമുള്ളവർക്കും, ജനങ്ങൾക്ക് എല്ലാവർക്കും, നല്ലവരായ നാട്ടുകാർക്ക് എല്ലാവിധ ആശംസകളോടുകൂടി ഓക്കെ, താങ്ക്സ്. ഓക്കെ.